യേശുദ്ധാനം ചെയ്ത് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. അതിനുശേഷം ഈശോ സ്വർഗാരോഹണം ചെയ്ത സമയത്ത് അരുൾ ചെയ്തു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അവരോട് അവിടെ ആയിരിക്കാൻ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാവൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവർ 10 ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പര്യവസാനത്തിൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആ അനുഭവം നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി അവരുടെ മേൽ വന്ന് നിറയുകയാണ്. ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പൽ കേൾക്കുന്നു. അവരുടെ കാതുകൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. അതുപോലെ അഗ്നി നാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ഇറങ്ങുന്നതായിട്ട് അവർ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭൂതമാകുന്ന രീതിയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവരിലേക്ക്, അവരുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മ ശക്തി വന്ന് നിറഞ്ഞു. അവർ ഉണർവുള്ളവരായി മാറി. ആ നിമിഷം വരെയും പേടിച്ചിരുന്ന അപ്പസ്തോലന്മാരുടെ രീതി മാറി. അവർ ശക്തി സംഭരിച്ച് അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റ് അവർ പുറത്തേക്ക് ഇറങ്ങി. അവരെ പിടികൂടി കൊന്ന് നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ നിന്ന് സധൈര്യം യേശുവിനെ ഏറ്റുപറയുകയും പ്രഘോഷിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് പെന്തക്കോസ്താ അനുഭവം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ പെന്തക്കോസ്താ ദിനത്തിൽ അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും നിറയണം. ഈ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ നമുക്ക് കിട്ടി. സ്ഥൈര്യലേപനത്തിലൂടെ വീണ്ടും ആ സാന്നിധ്യം നമ്മൾ ഉറപ്പിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനിയായ ഓരോ വ്യക്തിയും. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മളിൽ പ്രവർത്തന നിരതമാകുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് നമ്മൾ സഹകരിക്കാതെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിശബ്ദനാകും. അവിടുത്തെ പ്രവർത്തനം നിർവീര്യമായി പോകും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവിനെ ഉണർത്തുക. നമ്മളിൽ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ഉണർത്തി ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഓരോ വർഷവും പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതൊരു ഓർമ്മയായിട്ട് കടന്നു പോകാതെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവമാക്കി ഓരോ പെന്തക്കോസ്തയെയും നമ്മൾ മാറ്റണം. പെന്തക്കോസ്താ അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ, പരിശുദ്ധാത്മ കൃപയിൽ നിറയാൻ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: കാത്തിരിപ്പ് വേണം. 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ 1 മാസമോ 1 വർഷമോ കാത്തിരുന്നാലൊന്നും ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ടു എന്ന് വരികയില്ല. അത് എപ്പോൾ വെളിപ്പെടുന്നുവോ അതുവരെയും നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ക്ഷമ വേണമെന്ന് ചുരുക്കുക. നമ്മൾ പലരും പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപകൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കുറേ നാൾ പ്രാർത്ഥിക്കും, കിട്ടിയില്ല, നിർത്തി, പിന്നെ അടുത്ത വേറെ വഴികളിലൂടെ പോകും. ദൈവം നമുക്ക് ക്ഷമയുണ്ടോ കാത്തിരിപ്പുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം സാധ്യമാകുന്നതുവരെയും നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം.
അതുകൊണ്ട് കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തലന്മാർ 10 ദിവസം കാത്തിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചത് ഈശോ അങ്ങ് സ്വർഗത്തിലേക്ക് പോയ ഉടനെ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് അവരൊരു പക്ഷേ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, കിട്ടുന്നില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവരിൽ ചിലരെങ്കിലും അസ്വസ്ഥരായിട്ടുണ്ടാകാം. അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകാമായിരുന്നു, ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ 10 ദിവസം ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് 10-ാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സാന്നിധ്യം വെളിപ്പെട്ട് കിട്ടുന്നത്. ഇതുപോലെ ദിവസങ്ങളുടെ കണക്കുകൾ മാറി മറിഞ്ഞു വരാം നമ്മുടെയും ജീവിതത്തിൽ. പക്ഷേ നമ്മൾ കാത്തിരിപ്പ് അവസാനിക്കരുത്. ദാഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ, കൃപ ജ്വലിക്കാൻ വേണ്ടത് കാത്തിരിപ്പാണ്, ക്ഷമയാണ്. രണ്ടാമതായിട്ട് വേണ്ടത് പ്രാർത്ഥനയാണ്. അപ്പസ്തോല പ്രവർത്തനം 1:14 നമ്മൾ വായിക്കുന്നു, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നില്ല, കാരണം ഓൾറെഡി മാമോദീസായിൽ നമുക്ക് കിട്ടി. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പ്രാർത്ഥനയുള്ള മനുഷ്യരുടെ ജീവിതത്തിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. പ്രാർത്ഥിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കും, കുറേ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, പിന്നെ ഇതുപോലെയൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ചിലർ പ്രാർത്ഥന നിർത്തും, ചിലർ മറ്റ് ചില മേഖലകളിലേക്ക് തിരിയും. അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. അപ്പം പ്രാർത്ഥനയിലെ കുറവല്ല നോക്കുന്നത്, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹവും പരിശ്രമവുമാണ് ദൈവം നോക്കുന്നത്. ഞാൻ എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം സമയം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോയെന്ന് വരാം, ചിലപ്പോൾ പരവിചാരം വന്നെന്ന് വരാം. അതൊന്നും ഒരു തടസ്സമായിട്ട് ദൈവം കരുതുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ എത്രമാത്രം സമയം മാറ്റിവെക്കുന്നുണ്ട്. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക്, ലോകകാര്യങ്ങളിലേക്ക്, TV, സിനിമ, മൊബൈല്, അതുപോലെ സുഖസൗകര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലോകസുഖങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുടെ സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ശക്തി നമ്മളിൽ വെളിപ്പെടുന്നത്. ഇപ്പോൾ പ്രാർത്ഥനയിലുള്ള കുറവ് ദൈവം പരിഗണിക്കുന്നേയില്ല. പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:26 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ, പ്രാർത്ഥനയിൽ എന്നെ വളർത്തണമേ എന്ന ആഗ്രഹത്തോടുകൂടെ നമ്മൾ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുക്കും. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പരിശീലിപ്പിക്കും. അത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന നെടുവീർപ്പ്, അത് പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഉണർത്തുന്നത്. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ഇരുന്നു കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ക്ഷമയും കാത്തിരിപ്പും വേണം, സ്ഥിരത വേണം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ സ്ഥിരത വേണമെന്ന് ഈശോ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ് ഈശോ അത് ഓർമ്മിപ്പിക്കുന്നത്? ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറയുന്ന ആ സന്ദർഭത്തിലാണ് ഈശോ ഈ കാര്യം, പ്രാർത്ഥനയിലുള്ള സ്ഥിരതയുടെ ആവശ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഉപമ പറഞ്ഞു.
ഏത് ഉപമ? ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ ഒരു ന്യായാധിപൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാരുണ്യം യാചിക്കുകയാണ്. പുള്ളി മൈൻഡ് ചെയ്യുന്നേയില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ടും ആ സ്ത്രീ നിരാശപ്പെട്ട് ഇനി മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ വല്ലവരുടെ അടുത്ത് പോകാമെന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നില്ല. വീണ്ടും വീണ്ടും അയാളുടെ അടുത്ത് നിന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ശല്യം മടുത്ത് ഇത് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് ആ സ്ത്രീയുടെ കാര്യത്തിൽ ആ മനുഷ്യൻ ഇടപെടുന്നുവെന്ന് ഈശോ പറയും. ഇതുപോലെയാണ് ദൈവത്തെ നമ്മൾ ഇങ്ങനെ ശല്യപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ദൈവം നോക്കും നമ്മൾ എത്ര ഇതിൽ ക്ഷമ കാണിക്കുന്നുണ്ട്, എത്രമാത്രം ഇതൊരു ഉത്സാഹം കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യസാധ്യത്തിനു വേണ്ടി പരീക്ഷിച്ചിട്ടേ ദൈവം എന്തും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുള്ളൂ. അപ്പം നമ്മുടെ വിശ്വാസം പരീക്ഷിച്ചറിയും, നമ്മുടെ ക്ഷമ പരീക്ഷിച്ചറിയും, നമ്മുടെ സ്ഥിരത പരീക്ഷിച്ചറിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ എത്ര വർഷമായി, കുറേ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി മേലിൽ ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയില്ല, ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഓരോ പെന്തക്കോസ്താ തിരുനാൾ വരുമ്പോഴും മാത്രമല്ല ഓരോ ദിവസവും ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാൻ, നമ്മളിൽ വസിക്കാൻ, നമ്മളെ നയിക്കാൻ, നമ്മളെ ഭരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമുക്ക് തരും. ഇപ്പം നല്ല നല്ല ബോധ്യങ്ങൾ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെപ്പോഴും വിചാരിക്കരുത് അദൃശ്യമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ചില സാന്നിധ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്ന് വിചാരിക്കരുത്. നമ്മുടെ മനസാക്ഷിയിൽ, മനസ്സിൽ, ആത്മാവിൽ തരുന്ന നല്ല പ്രചോദനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സാധാരണമായ പ്രവർത്തനം അങ്ങനെയാണ്. പ്രചോദനങ്ങൾ നൽകും. ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ബോധ്യം അല്ലെങ്കിൽ പ്രചോദനം നമ്മുടെ മനസ്സിൽ തരും. അതിനോട് സഹകരിച്ചാൽ വീണ്ടും വീണ്ടും തരും. സഹകരിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പ്രചോദനങ്ങൾ കിട്ടാറാവും. അല്ലെങ്കിൽ ഒരു പാപ വഴിയിലേക്ക് പോകുമ്പോൾ പോകരുത് 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 എന്ന് മനസാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. അതിനോട് സഹകരിക്കാതെ നമ്മളുടെ ഇച്ഛയെ പൂർത്തീകരിക്കാൻ നമ്മളാ പാപ വഴിയിലേക്ക് പോയി പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് മിണ്ടുകയില്ല, മനസാക്ഷി നിശബ്ദമായി. അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനെ നമ്മൾ നിർവീര്യമാക്കാതെയും പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കാതെയും ഇരുന്നാൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പം അതുകൊണ്ട് സ്ഥിരതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവെ നിരന്തരം എന്നെ നയിക്കണം. ഇപ്പം ചിലർ പറയും പ്രാർത്ഥിക്കും തോറും സഹനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടി കൂടി വരും, പിന്നെ എന്തിനു പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതും സന്തോഷമുള്ളതും സുഖമുള്ളതും മാത്രം തന്നുകൊണ്ടല്ല, സഹനങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും നമ്മളെ നയിച്ച് നമ്മളെ വിശുദ്ധീകരിച്ചിട്ടേ പുതിയ പുതിയ കൃപകളിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ മനസ്സുമടുത്ത് പ്രാർത്ഥന നിർത്തരുത്. എന്തെല്ലാം വേദനകൾ ജീവിതത്തിലുണ്ടായാലും ശരി, ആ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകണം. അപ്പം അതുകൊണ്ട് ഒന്ന്, പ്രാർത്ഥനയിൽ എന്തു വേണം? കാത്തിരിപ്പ് വേണം. രണ്ട്, പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഒന്ന് കാത്തിരിപ്പ് വേണം, രണ്ട് പ്രാർത്ഥന വേണം, മൂന്ന് പ്രാർത്ഥനയിൽ സ്ഥിരത വേണം, നാല് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം എന്ന് ഈശോ എവിടെയാണ് പറയുന്നത്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പഠിപ്പിക്കുകയാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. അപ്പോൾ തിരുനാളിൻ്റെ അവസാനത്തെ ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, എല്ലാവരും കേൾക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഏറ്റവും ശബ്ദമുയർത്തി പറയുന്ന വലിയൊരു വാക്കാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധയിലതും പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. എന്തെന്നാൽ അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. യേശു അതുവരെയും
മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ ദാഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണം. ഈ ലോക സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു, അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിനു വേണ്ടി എപ്പോഴും ദാഹിക്കണം. ഭൗതിക ദാഹങ്ങളെക്കാൾ ഉപരിയായ ഒരു ദാഹം ദൈവത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ പെന്തക്കോസ്താ അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യണം. എനിക്ക് എന്തുമാത്രം ദാഹമുണ്ട്, പരിശുദ്ധാത്മാവിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം ദാഹിക്കുന്നുണ്ട്. ദാഹമുള്ളവനെ വെള്ളം കുടിക്കുകയുള്ളൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി ദാഹമുള്ളവനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ദാഹം ശമിപ്പിക്കുന്ന ദാഹജലമായ, ജീവജലമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് ദൈവം വർഷിക്കാൻ തുടങ്ങുന്നത്. വീണ്ടും പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ദൈവത്തെ സ്നേഹിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഈശോയുടെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുമാണ് ഈശോയെ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈശോ പിതാവിൻ്റെ പക്കൽ മധ്യസ്ഥം വഹിക്കുകയും എന്നേക്കും നമ്മളോടുകൂടി ആയിരിക്കുന്ന സഹായകനെ അയച്ചു തരികയും ചെയ്യുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.